PSC വിച്ചുകൊണ്ട് പുതിയൊരു SCRT ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചാപ്റ്റർ ഭരണഘടനാ വഴിയും വഴികാട്ടിയും, 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3. ഇന്ത്യയുടെ ഭരണഘടനയിൽ ഉണ്ടായിരിക്കണമെന്ന് ഗാന്ധിജി ആഗ്രഹിച്ച ആശയങ്ങൾ: പരമാധികാരം, തുല്യത, സാഹോദര്യം, ലിംഗനീതി, മതേതരത്വം, ലഹരി വിമുക്തം. പരമാധികാരം, തുല്യത, സാഹോദര്യം, ലിംഗനീതി, മതേതരത്വം, ലഹരി വിമുക്തം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നുവന്ന ആദ്യത്തെ ബഹുജന സമരം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നുവന്ന ആദ്യ ബഹുജന സമരമാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഫലങ്ങൾ: ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിലൂന്നിയുള്ള ദേശീയബോധം ശക്തിപ്പെട്ടു. വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു. ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിത മാനം കൈവന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഫലങ്ങൾ: ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിലൂന്നിയുള്ള ദേശീയബോധം ശക്തിപ്പെട്ടു. വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു. ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിത മാനം കൈവന്നു. വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ട സംഘടനകളാണ്: മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ 1852, പൂനെ സാർവജനിക് സഭ 1870, ഇന്ത്യൻ അസോസിയേഷൻ 1876. വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ട സംഘടനകളാണ്: മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ 1852, പൂനെ സാർവജനിക് സഭ 1870, ഇന്ത്യൻ അസോസിയേഷൻ 1876. വൈദേശിക ആധിപത്യത്തിനെതിരെ ദേശീയ തലത്തിൽ രൂപം കൊണ്ട ആദ്യ സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 ഡിസംബർ 28. വൈദേശിക ആധിപത്യത്തിനെതിരെ ദേശീയ തലത്തിൽ രൂപം കൊണ്ട ആദ്യ സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 ഡിസംബർ 28. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യങ്ങൾ: ജനങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ജനങ്ങൾക്കിടയിൽ ദേശീയബോധം വളർത്തുക, വിദേശ ഭരണം അവസാനിപ്പിക്കുക, മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഉറപ്പാക്കുക. INC 1885 ഡിസംബർ 28 രൂപം കൊണ്ടത്. പ്രധാന ലക്ഷ്യങ്ങൾ: ജനങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ജനങ്ങൾക്കിടയിൽ ദേശീയബോധം വളർത്തുക, വിദേശ ഭരണം അവസാനിപ്പിക്കുക, മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഉറപ്പാക്കുക. ഭരണഘടന തയ്യാറാക്കുമ്പോൾ ഉൾപ്പെടുത്തേണ്ട ആശയങ്ങൾ: വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം, പൗരാവകാശങ്ങൾ ഉറപ്പാക്കണം, എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം, സാമൂഹ്യ നീതി ഉറപ്പാക്കണം, ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം. ഭരണഘടന തയ്യാറാക്കുമ്പോൾ ഉൾപ്പെടുത്തേണ്ട പ്രധാന ആശയങ്ങൾ: വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം, പൗരാവകാശങ്ങൾ ഉറപ്പാക്കണം, എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം, സാമൂഹ്യ നീതി ഉറപ്പാക്കണം, ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ: ഫെഡറലിസം, നിയമവാഴ്ച, പാർലമെന്ററി ഭരണ സമ്പ്രദായം, ജനങ്ങളുടെ പരമാധികാരം, മൗലിക അവകാശങ്ങൾ, മാർഗനിർദ്ദേശ തത്വങ്ങൾ, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, എഴുതപ്പെട്ട ഭരണഘടന, സംയുക്ത ഭരണവ്യവസ്ഥ. ഫെഡറലിസം, നിയമവാഴ്ച, പാർലമെന്ററി ഭരണ സമ്പ്രദായം, ജനങ്ങളുടെ പരമാധികാരം, മൗലിക അവകാശങ്ങൾ, മാർഗനിർദ്ദേശ തത്വങ്ങൾ, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, എഴുതപ്പെട്ട ഭരണഘടന, സംയുക്ത ഭരണവ്യവസ്ഥ. ഇവയാണ് പ്രധാനപ്പെട്ട സവിശേഷതകൾ. ഭരണഘടന അനുസൃതമായി നിർമ്മിക്കപ്പെട്ട നിയമങ്ങൾ: വനം വന്യജീവി സംരക്ഷണ നിയമം 1972, ദേശീയ സുരക്ഷാ നിയമം 1980, ദുരന്ത നിവാരണ നിയമം 2005, ഭക്ഷ്യസുരക്ഷാ നിയമം 2013, ഭൂപരിഷ്കരണ നിയമം 1969, വിവരാവകാശ നിയമം 2005, അഴിമതി നിരോധന നിയമം 1988,
തൊഴിൽ നിയമം 1948, പരിസ്ഥിതി സംരക്ഷണ നിയമം 1986, വനം വന്യജീവി സംരക്ഷണ നിയമം 1972, ദേശീയ സുരക്ഷാ നിയമം 1980, ദുരന്ത നിവാരണ നിയമം 2005, ഭക്ഷ്യസുരക്ഷാ നിയമം 2013, ഭൂപരിഷ്കരണ നിയമം 1969, വിവരാവകാശ നിയമം 2005, അഴിമതി നിരോധന നിയമം 1988, തൊഴിൽ നിയമം 1948, പരിസ്ഥിതി സംരക്ഷണ നിയമം 1986. ഇത്രയാണ് ഭരണഘടന അനുസൃതമായി നിർമ്മിക്കപ്പെട്ട അധികാര നിയമങ്ങൾ. കുട്ടികളുടെ അവകാശങ്ങൾ. ബാലവേല നിരോധന നിയമം 1986, ബാലനീതി നിയമം 2000, വിദ്യാഭ്യാസ അവകാശ നിയമം 2009, ബാലവിവാഹ നിരോധന നിയമം 2006, ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2012, കുട്ടികളുടെ അവകാശ ഉടമ്പടി നിലവിൽ വന്ന വർഷം 1989. ബാലവേല നിരോധന നിയമം 1986, ബാലനീതി നിയമം 2000, വിദ്യാഭ്യാസ അവകാശ നിയമം 2009, ബാലവിവാഹ നിരോധന നിയമം 2006, ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2012, കുട്ടികളുടെ അവകാശ ഉടമ്പടി നിലവിൽ വന്ന വർഷം 1989. എന്താണ് ഭരണഘടന? ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണത്തെയാണ് ഭരണഘടന എന്ന് വിളിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിനുള്ള സമയം 2 വർഷം 11 മാസം 17 ദിവസം. ഭരണഘടന രൂപീകരിക്കെടുത്ത കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം. ഭരണഘടന നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ച ദിവസം 1949 നവംബർ 26. ഭരണഘടന നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിച്ച് ഒപ്പുവെച്ച ദിവസം 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 ആണ്. നിലവിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കം: ആമുഖം, 448 അനുച്ഛേദങ്ങൾ, 12 പട്ടികകൾ, 25 ഭാഗങ്ങൾ.